ജോ ജോസഫ്, ഈ അരുത് ലഹരി അരുത് അക്രമം എന്ന നമ്മുടെ SKN40 കേരള യാത്രയിൽ നമുക്ക് ഗ്രൗണ്ടിൽ നേർക്കുനേർ ബോധ്യമാവുന്ന കാര്യം, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, അത് നഗരമാവട്ടെ ഗ്രാമമാവട്ടെ എത്ര അകത്തെ ഏരിയ ആവട്ടെ, എല്ലാവർക്കും നേർക്കുന്ന ഒരു NDMA അനുഭവം പറയാനുണ്ട്. ആ സ്ഥലത്ത് NDMA പിടിച്ചു, ഇല്ലെങ്കിൽ ആ വീട്ടിൽ പിടിച്ചു, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ആ വീട്ടിൽ അക്രമം ഉണ്ടായി. അവിശ്വസനീയമാവണ്ണം ഗ്രൗണ്ടിൽ അത്രത്തോളം വ്യാപകമാണ്. ജോർജ് ജോസഫ് ഇന്നലെ കൊല്ലത്ത് അനില രവീന്ദ്രൻ എന്നൊരു MDMA ഡീലറെ പിടികൂടി. 50 ഗ്രാം MDMA കയ്യിൽ നിന്ന് പിടികൂടി. അതിനുശേഷം വൈദ്യപരിശോധന 40 ഗ്രാം MDMA സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി, അത് പിടികൂടി. അവർ പ്രധാനപ്പെട്ട ഒരു ഡീലറാണെന്ന് പറയുന്നുണ്ട്. 85 കിലോ കഞ്ചാവുമായി 85 കിലോ നിരോധിത ലഹരി വസ്തുക്കൾ മറ്റൊരാൾ പിടികൂടി. കഞ്ചാവിൻ്റെ കൂട്ടവേട്ടയുണ്ട്, MDMAയുടെ കൂട്ടവേട്ടയുണ്ട്, കൂട്ട കേസുകളുണ്ട്, കൂട്ട അറസ്റ്റുണ്ട്. പോലീസ് എക്സൈസും പോലീസും വളരെ സജീവമായി, വളരെ ആക്റ്റീവായി ഇടപെടുന്നുണ്ടെന്ന് ആരും തർക്കമില്ല. പക്ഷെ അത് വൈകിപ്പോയോ, ഇത് മതിയാകുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ ഇത്രമാത്രം വ്യാപകമാണെങ്കിൽ ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഞാൻ SK ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. കാരണം എന്നറിയോ, SK നേരിട്ട് ഫീൽഡിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ 1-2 വർഷം കൊണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൈവിട്ടുപോയ കാര്യങ്ങൾ SKയ്ക്ക് അത് ബോധ്യമായി. ഇപ്പം ആലപ്പുഴ വരെ ചെന്ന 3 ജില്ലയിൽ ചെന്നപ്പം തന്നെ നമ്മുടെ സമൂഹം നമ്മളെ നിന്ന് കൈവിട്ട് പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് 45 ദിവസം ഒന്നും പോകണ്ട, വളരെ ഫാസ്റ്റായിട്ട് പോയി ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ആ കണ്ടെത്തിയ കാര്യങ്ങൾ അടിയന്തരമായി മുഖ്യമന്ത്രിയും DGPയും പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുക. കാരണം അവർക്കൊന്നും ഈ രീതിയിൽ ഫീൽഡിലിറങ്ങി ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാനിത് 2 വർഷം കൊണ്ട് പറഞ്ഞപ്പം ഇപ്പം അത് SK ഈ 3 ജില്ലകൾ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം. കാരണം നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ എവിടം വരെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വലിയ ഉപകാരമുണ്ട് എനിക്ക് ആ ഒരു സഞ്ചാരത്തിന്. അദ്ദേഹത്തിന് അത് തന്നെയല്ല, അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. പോലീസും അതുപോലെ എക്സൈസും അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്നു, സത്യമാണത്. കാരണം എത്ര കേസുകളാണ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സടകുഴഞ്ഞ പോലീസ് എഴുന്നേറ്റിരിക്കുന്നു, കാര്യങ്ങൾ പോലീസിനും മനസ്സിലായി. അതിനുള്ളൊരു സപ്പോർട്ട് അത് മുഖ്യമന്ത്രിയിൽ നിന്നും മറ്റെല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ്. മുഖം നോക്കാതെ നീതി നടപ്പാക്കിക്കൊള്ളാൻ പോലീസിനടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ ആൺകുട്ടികളുടെ ഒപ്പം പെൺകുട്ടികളും സഞ്ചരിക്കുന്നു എന്നാണ് ഈ അനില രവീന്ദ്രനെ 2021 കാരണം അനില രവീന്ദ്രനും അവരുടെ കൂടെയുള്ള ഒരു IT നല്ല പ്രൊഫഷണൽസാണ് അവർ IT ധാരാളം അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇവർ മൊത്തമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ IT പ്രൊഫഷണൽസ് 2021 എറണാകുളത്ത് വെച്ചിട്ട് അവിടെ എർലിൻ ബേബിയും അല്ലെങ്കിൽ ജഗിത ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ അനിലയുടെ കൂടെ ഉണ്ടായിരുന്ന IT പ്രൊഫഷണൽ അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും നിർബാധമായിട്ട് തുടരുകയാണ്. അത് തന്നെയല്ല, ആ അനില നിഖിൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവരെ ബുള്ളറ്റ് നിഖില എന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ അവരെ ബുള്ളറ്റിനകത്തുനിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചു. ആണുങ്ങളുടെ ഒപ്പം പെൺകുട്ടികളും സഞ്ചരിക്കാൻ തുടങ്ങി എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിൽ അത് തന്നെയല്ല, നമ്മൾ നായ്ക്കരണം വിതറിയ ഒരു സംഭവം അറിയാവില്ല. എറണാകുളത്ത് സ്കൂളിൽ ആ പെൺകുട്ടികൾ 10ലും 11ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളാണ് 10ാം ക്ലാസ്സുകാരുടെ ദേഹത്ത് നായ്ക്കരണം പൊടി എറിഞ്ഞത്. അപ്പോൾ എന്താണ് സമൂഹത്തിലെ മാറ്റം ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇതിന് മനസ്സിലാക്കേണ്ടത്. കാരണം കൊല്ലത്തെ നമുക്കറിയാം, സീനിയർ പെൺകുട്ടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ അവൾ ആ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. അതുപോലെ കോട്ടയത്തെ നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ ആ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവരിപ്പോൾ എറണാകുളത്ത് ഇപ്പം ഷിബിലയുടെ കേസ് പോലെ തന്നെ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കുന്ന പോലെയാണ് ആൺകുട്ടികളെ കാണിച്ചത്. അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ വെയിറ്റ് കെട്ടി തൂക്കി അവന്മാർ. അത് തന്നെയല്ലേ ദേഹം പോറി അവിടെ അവർ ഡെറ്റോൾ ഒഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എത്ര ഭീകരമാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ കരുതിക്കണം. ഇതെല്ലാം ഡ്രഗ്സ് തന്നെയാണ്. അത് തന്നെയല്ല, ഏറ്റവും ഞെട്ടിച്ച സംഭവം നമ്മൾ കണ്ടല്ലോ, പോളിടെക്നിക് കോളേജിൽ അവിടെ എത്ര കിലോ കഞ്ചാവാണ്. കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജിലും ഈ കുട്ടികൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹോൾസെയിൽ സെൻ്ററാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജ്. അപ്പോൾ അവിടെ നിന്നാണ് വിതരണം ചെയ്തത്. എത്ര ഞെട്ടിക്കുന്നത്. സ്കൂൾ അധപ്പതിച്ചെന്ന് പറഞ്ഞ് കുറേ നാൾ കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ കുട്ടികളെ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഈ സംഘടനകൾ ഒരു സ്കൂളിലും പ്രവർത്തിക്കാൻ പാടില്ല, ബാൻ ചെയ്തേ പറ്റുള്ളൂ. പല രാഷ്ട്രീയക്കാരും പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പല സന്ദർഭത്തിൽ പറയുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ ഞാൻ കുറേ ഏറ് പിടിച്ചതാണ്. ഇവരുടെയൊക്കെ ഡ്രഗ്സാണ് മെയിനായിട്ടുള്ള കാരണം. കുറേ നാളുകളാണ്ട് പതുക്കെ വന്ന് അത് സമൂഹത്തിനെ കാർന്ന് തിർന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൈവിട്ടുപോയി. ഈ കൊല പരമ്പര
നമുക്ക് ഇനിയും ദർശിക്കാം അടുത്ത ഒരു 10-30 വർഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SK പോയിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. ഈ 3 ജില്ലയിൽ നിന്ന് അതിനകത്ത് കാര്യങ്ങൾക്ക് SKയൊക്കെ മനസ്സിലായി. അത് കാസർഗോഡ് വരെ പോയിട്ടിൻ്റെ ആവശ്യമില്ല, വളരെ ഫാസ്റ്റായിട്ട് പോവുക. അടിയന്തരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുക്കണം, പ്രതിപക്ഷ നേതാവിന് കൊടുക്കണം, അതുപോലെ തന്നെ DGPക്ക് കൊടുക്കണം, ഇൻ്റലിജൻസിനും കൊടുക്കണം. കാരണം കൈവിട്ട് പോയി എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ അത് ബോധ്യമായില്ല 24-നെങ്കിലും. അത് എന്തായാലും നല്ല കാര്യം. കാരണം ഇത് ഞാൻ കുറേ നാളുകൊണ്ട് കാണുകയാണ്. ഓരോ സംഭവങ്ങൾ നമ്മൾ ഡെയിലി നോട്ട് ചെയ്ത് അത് മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്ര തുറന്ന് പറയുന്നത്. പലർക്കും അത് പിടിക്കുന്നില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയി. സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളിലായാലും ശരി, ഭാര്യാഭർത്താക്കന്മാരായാലും ശരി, കുട്ടികളായാലും ശരി, എല്ലായിടത്തും വയലൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് പൊതുവെ എല്ലാവരും നമ്മുടെ നാടാണ്, നമുക്കിവിടെ ഞങ്ങൾ ഓടിപ്പോകാൻ പറ്റില്ല. നമ്മുടെ മക്കൾ വളരേണ്ട നാടാണ്. തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി എടുക്കാൻ കഴിയുന്ന സർവ്വപ്രഹരശേഷിയിൽ നാട് ഒന്നാകെ ഇറങ്ങലേ നിവൃത്തിയുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ അരുൺ ബി നായർ ഒരു പരിധിവരെ ശരിയാണ് ജോർജ് ജോസഫ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന നമ്മുടെ യാത്രയ്ക്കൊപ്പം തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും SKനൊപ്പം സഞ്ചരിച്ച ആളാണ്. ഗ്രൗണ്ടിൽ ഒരുപക്ഷെ നമ്മുടെ മൈക്കിന് മുന്നിൽ പറയാൻ പേടിക്കുന്ന കുറേയധികം ആളുകൾ പറയുന്ന കാര്യം ഈ മാഫിയയോട് അവർക്ക് ശബ്ദിക്കാൻ പേടിയാണ്. അതിന് കാരണം എന്താണ്? കൊന്നു കളയോ എന്നുള്ള വളരെ സിമ്പിളായി അവർ കൊന്നു കളയോ എന്നുള്ള പേടിയാണ്. അങ്ങനെ പേടി നമുക്ക് ഉടനീളം കാണാം. ഗ്രൗണ്ടിൽ അത്രമാത്രം വ്യാപകമാണ്. ശരിയാണ്, നമ്മുടെ പോലീസ് വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് എൻഫോഴ്സ്മെൻറ്റ് നേരത്തെ ഉള്ളതിൻ്റെ 10 മടങ്ങ് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ശരി, പക്ഷേ ഇത് മതിയോ എന്ന ചോദ്യം നമ്മൾ അടിത്തട്ടിൽ ഇറങ്ങുമ്പോൾ തോന്നുന്നു. ഒരു മോഡസ് ഓപ്പറാൻഡി, വേറൊരു പ്ലാൻ ബിയിലേക്ക് മാറേണ്ടതുണ്ടോ? കുറച്ചുകൂടി എനിക്ക് എന്താണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല. പക്ഷേ മറ്റൊരു രീതി അവലംബിക്കേണ്ടതുണ്ടോ എന്ന സംശയം തോന്നുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ ബി നായർ. തീർച്ചയായിട്ടും ഇത് വളരെ സമഗ്രമായിട്ട് പഴുതടച്ചുള്ള ഒരു പദ്ധതി തന്നെ ഇതിനെതിരെ വരേണ്ടത് ആവശ്യമാണ്. കാരണം 2 രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. ഒന്ന്, ഇതിൻ്റെ വിതരണ നിയന്ത്രണം അല്ലെങ്കിൽ ലഭ്യതാ നിയന്ത്രണം, സപ്ലൈ റിഡക്ഷൻ. രണ്ടാമത്തേത് ഇതിൻ്റെ ആവശ്യകതാ നിയന്ത്രണം അല്ലെങ്കിൽ ഡിമാൻഡ് റിഡക്ഷൻ. ഈ 2 വശങ്ങളും സമാന്തരമായി മുന്നോട്ട് പോകുന്നൊരു സമഗ്രമായ പദ്ധതിയാണ് ആവശ്യം. 24 ന്യൂസ് അത് മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ വിതരണ നിയന്ത്രണത്തിൽ പഴുതടച്ചുള്ള നിയമ നടപടികൾ തന്നെയാണ്. വളരെ കർശനമായിട്ട് ഇതിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുക. അത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി മാതൃകാപരമായ ശിക്ഷ എത്രയും പെട്ടെന്ന് നൽകുക. എങ്കിൽ മാത്രമേ അതൊരു സോഷ്യൽ ഡിറ്ററൻ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. 5 കൊല്ലമോ 10 കൊല്ലമോ വിചാരണ നടത്തിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ശിക്ഷാവിധി വരുന്നതെങ്കിൽ അത് ഇപ്പോഴത്തെ തലമുറയുടെ പുറത്തൊരു ഡിറ്ററൻ്റായിട്ട് പ്രവർത്തിക്കില്ല. ഇത് ഒന്നാമത്തെ ഒരു വശമാണ്. 2, സമാന്തരമായിട്ട് വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും കുടുംബശ്രീകളിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഈ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ യുണിസെഫ് നടത്തിയൊരു മീറ്റിങ്ങിൽ ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാർക്ക് 3 പ്രശ്നങ്ങളുണ്ട്. കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്ന് അന്ന് കണ്ടെത്തിയതാണ്. ലഹരിയുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ അപകടങ്ങളും, അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കോ ഉള്ള അക്രമ സ്വഭാവങ്ങൾ, അപകടകരവും സുരക്ഷിതമല്ലാത്തതുമായ ലൈംഗിക പരീക്ഷണങ്ങൾ. ഈ 3 പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്തിയത്. ഇതിനുള്ള ഒരു പരിഹാരമെന്നുള്ള നിലയിൽ യുണിസെഫും ലോകാരോഗ്യ സംഘടനയും കൂടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ജീവിത നിപുണതാ വിദ്യാഭ്യാസം, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി, താരതമ്യങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസം കടന്നു വരേണ്ടതുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഓരോ വർഷവും ഒരു 20 മണിക്കൂറെങ്കിലും പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ വരേണ്ടതുണ്ട്. ഇതുവഴി കുട്ടികൾക്ക്, കൗമാരപ്രായക്കാർക്ക് ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാനും അത് തിരിച്ചറിയാനും സഹായം തേടാനും അതിനെ മറികടക്കാനും ഒക്കെ സാധിക്കും. സൗമ്യ മനോജ്, ഇവിടെ നമ്മുടെ ഒരു തലമുറ അവരുടെ മക്കളെ നേർക്കുനേർ നയിക്കുന്നതിൽ എന്തോ വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച ആ തലമുറ തിരിച്ചറിയുകയും ആ മക്കളെ തിരുത്തുകയും വേണം. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മകൾ പഠിക്കുന്നത് 2-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അത്രയും കുറച്ചുകൂടി താഴെ കുഞ്ഞുമക്കളുള്ള ഒരു തലമുറയ്ക്ക് കൂടി, ഒരു തലമുറ രക്ഷകർത്താക്കൾ കൂടി ശ്രീമതി സൗമ്യ മനോജ് കൊടുക്കുന്ന ഉപദേശം എന്താകും?
തീർച്ചയായും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരി കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരിയുടെ കാരിയേഴ്സ് ഇവരെങ്ങനെ ആകുന്നു എന്ന്. 50 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ 10 പേർ മാത്രം ലഹരിക്ക് അഡിക്ഷൻ ആകുന്നു എങ്കിൽ ആ 10 പേരെ എങ്ങനെയാണ് ഇവർ കൺവിൻസ് ചെയ്യുന്നത്? ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 12 വയസ്സ് 11 വയസ്സ് 13 വയസ്സുള്ള കുട്ടികൾ കടകടച്ച് മുറിക്കുള്ളിൽ കയറിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രവണത മൊബൈൽ ഫോണുമായി. ശരിക്കും ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെടുന്ന അപരിചിതരായ വ്യക്തികളുമായി റിലേഷൻസ് സ്ഥാപിക്കും, വീട്ടിൽ കെട്ടാത്ത പ്രഷറിലേക്ക് അതിലേക്ക് പോകുന്നു, അവരുടെ വാഗ്ദാനങ്ങൾ കേൾക്കുന്നു, കേട്ട് അവർ ചെറിയതായി ലഹരികൾ ഇവർക്ക് കൊടുത്തു തുടങ്ങി ഒരു സെക്ഷൽ യൂസേജിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നു. കാരണം രാത്രി മുഴുവൻ സെക്ഷൽ ചാറ്റ് നടത്തുന്ന പെൺകുട്ടികളുണ്ട്, ഇവരുടെ മോശമായ ഫോട്ടോസ്, അതായത് സെക്ഷൽ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അവസാനം ഇതൊക്കെ വെച്ച് ബ്ലെയിം ചെയ്ത് പല സ്ഥലത്തുനിന്നും കുട്ടികളെ കാണാനായി സ്കൂളിന്റെയും കോളേജിന്റെയും പരിസരങ്ങളിൽ പല നാടുകളിൽ നിന്നും അപരിചിതരായ ആൾക്കാർ എത്തുന്നുണ്ട്, ലഹരികൾ കൊടുക്കുന്നുണ്ട്, പല രീതിയിൽ ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം എനിക്ക് പറയാൻ ഈ ഒന്നേ ഉള്ളൂ മാതാപിതാക്കളോട്, ഗവൺമെന്റ് തലത്തിലും മറ്റെല്ലാ തലങ്ങളിലും എന്തൊക്കെ ചെയ്താലും സപ്ലൈ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിലേക്ക് പോകാതിരിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ ടീച്ചേഴ്സിനും ബാക്കി മുഴുവൻ നമ്മുടെ പേരന്റിങ്, അതായത് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതിനകത്ത് റോൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തിനാണ് 12 വയസ്സും 13 വയസ്സുള്ള കുട്ടികളെ കടകടച്ച് മുറിക്കകത്തിരിക്കാൻ രാത്രി മുഴുവൻ ഇരിക്കാൻ ഏൽപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒരു പേരന്റിന്റെ പ്രസൻസ് ഇല്ലാതെ എന്താണ് പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ വിജിലന്റായി സാർ അരുൺ സാർ പറഞ്ഞതുപോലെ കുടുംബശ്രീ ലെവലിലും വളരെയധികം റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലെയുള്ള സംരംഭങ്ങളിൽ ചെന്ന് ഇത്തരം ആ കുട്ടികൾ നേരിടുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ആ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആ പേരൻസിലേക്ക് ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് അവിടെ മുതൽ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.